ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോ കേട്ടോ. ഒരു കുഞ്ഞു ഡേ മൈ ലൈഫ്, അതായത് ആഫ്റ്റർനൂൺ വരെയുള്ള കുഞ്ഞു ഡേ മൈ ലൈഫ് കേട്ടോ. ഇത് കുറേ ദിവസം മുന്നുള്ള വീഡിയോ ആണ്, എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തീരെ വയ്യായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല, തൊണ്ടയ്ക്ക് സുഖമില്ല കേട്ടോ, അതിൻ്റെ പേരിലാണേ. അപ്പോൾ ഇപ്പോഴും കറക്റ്റായിട്ട് ആയിട്ടില്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിന്ന് പാലക്കാടൻ രസം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അക്കാമല്ലി, മുളക് പൊടി, കുരുമുളക്, ജീരകം, 2-3 വെളുത്തുള്ളി, മല്ലിയില, 2 തക്കാളി, കായം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജാറിൽ നമ്മൾ ഈ കൂട്ടുകളൊക്കെ കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്, ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ നമ്മൾ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് വഴട്ടിയിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്തു. അതിനൊപ്പം തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതിന് പുറമെ കായം കലക്കിയ വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ രസം തിളച്ച് വന്ന ശേഷം അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ രസം തയ്യാറായി. അപ്പോഴേക്കും ഒരു ഉച്ച സമയമായിട്ടാണ്, 12:45 മിന്നു വരും കേട്ടോ. അപ്പം മിന്നു വന്നു. മിന്നുവിന് നമുക്കറിയാമല്ലോ, രാവിലെ 7 മണിക്കാണ് അവർക്ക് സ്കൂൾ, അവൾക്ക് 6:30 പോകണം. അതിന് ശേഷം മിട്ടു വന്നു. 2 ആൾക്ക് പ്രാവശ്യം മോർണിംഗ് സെക്ഷൻ ആയിരുന്നു. മിട്ടുവിന് അടുത്ത വർഷം ഉച്ചയ്ക്ക്. അങ്ങനെ ഷിഫ്റ്റാണ് കേട്ടോ, ഇവിടുത്തെ മഹാരാഷ്ട്രയത്തെ സ്കൂളുകളൊക്കെ ഷിഫ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അവർ വന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കലായി. അവർക്ക് ഈ രസം അങ്ങനെയുള്ളതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ നൂൽപുട്ടിന് ഉണ്ടാക്കി കുറുമി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ അവർക്ക് ബൂരി ഉണ്ടാക്കി കൊടുത്തുട്ടോ. അവർക്ക് ഇതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടമുണ്ടോ ചോറിനെക്കാട്ടിലും. അപ്പോൾ ഞാൻ ചോറ് നിർബന്ധപൂർവ്വം അങ്ങനെ കൊടുക്കാറില്ല, ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇന്നത് ചോറ് മാത്രമേ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാശി പിടിക്കണ ഒരു അമ്മയെന്നല്ല കേട്ടോ. ഞാൻ അവർക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇതായിരുന്നു ഭക്ഷണം. എനിക്ക് ഏട്ടന് ചോറ്, രസം, അതുപോലെ വഴുതിനിങ്ങ തോരൻ കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് കേട്ടോ. അപ്പോൾ വയ്യാത്ത കാരണം നമ്മൾ വെയ്യ ഉണ്ടാക്കാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇതാ വൈകുന്നേരം ഒരു 3 മണിക്ക് കടയിൽ പോകാണ്ടായിരുന്നു താഴത്ത്. അപ്പോഴാണ് നമ്മളെ അന്ന് വന്നില്ലേ പൂച്ചക്കുഞ്ഞ്. അതാ പൂച്ചക്കുഞ്ഞ് ഇതാ അവിടെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമായിട്ട് അവിടെ എല്ലാവരും അതിൻ്റെ താഴത്ത് കിടക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ സ്ഥിരം വിസിറ്ററായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ആള്. കാരണം അവന് പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതാ അവൻ്റെ പാത്രം അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ. പിന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.